കരുവാറ്റയിൽ കൗമാരക്കാർ പ്രതികളായിട്ടുള്ള കൊലക്കേസിൽ തുടർ നടപടികൾ ശക്തമാക്കി അന്വേഷണ സംഘം. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 ആൺകുട്ടികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകിക്കഴിഞ്ഞു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെയാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ അപേക്ഷ ശനിയാഴ്ചയാണ് പരിഗണിക്കുക. 13-കാരിയെ വൈദ്യപരിശോധനയ്ക്കും കൗൺസിലിംഗിനും വിധേയമാക്കാനും കോടതിയുടെ അനുമതി തേടും. ലഹരി ഉപയോഗം ഉൾപ്പെടെ കുട്ടികൾക്ക് ഉള്ളതിനാൽ വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ആവശ്യമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ആണ് ചേരുന്നത്. ശരണ്യ, ഈ 13-കാരിയുടെ പശ്ചാത്തലം, പ്രത്യേകിച്ച് 13-കാരി നൽകിയിട്ടുള്ള മൊഴിയിൽ അച്ഛനില്ല, അമ്മ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചു, ബന്ധുക്കളുടെ കീഴിലാണ് വളർന്നു വന്നത്, അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കൃത്യമായൊരു സ്നേഹം ലഭിച്ചിരുന്നില്ല എന്നതൊക്കെ ആ പെൺകുട്ടി പറയുമ്പോഴും മരണപ്പെട്ട ശിവൻകുട്ടിയോട് കടുത്ത വൈരാഗ്യം ആണ് ഉണ്ടായിരുന്നത്. നേരത്തെ പലതവണയായി കൊലപാതകത്തിനുള്ള പ്ലാനുകൾ ചെയ്തിരുന്നു. അതൊക്കെ പരാജയപ്പെട്ട സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത് എന്നതാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായും കൊല ചെയ്യണം എന്നത് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച ഒന്ന് എന്നത് തന്നെയല്ലേ പോലീസിന്റെ കണ്ടെത്തൽ? അഭിലാഷ്, ഈ കേസിനകത്ത് ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ആലപ്പുഴ പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്ന അപേക്ഷ എന്ന് പറയുന്നത് ഈ കേസിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന 16ഉം 17ഉം വയസ്സുള്ള, അതായത് ഈ ക്രൈം ചെയ്തിരിക്കുന്ന ഈ 3 കുട്ടികളെ ഇവരെ മുതിർന്നവരായി കരുതിക്കൊണ്ട് തന്നെ അവർ അതിനുവേണ്ടിയുള്ള വിചാരണയ്ക്കുള്ള അവസരം ഒരുക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആലപ്പുഴ പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഇവരെ കസ്റ്റഡിയിൽ വീണ്ടും വാങ്ങുന്നതിന് വേണ്ടി ഈ ഉള്ള അപേക്ഷ ശനിയാഴ്ച പരിഗണിക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, തുടക്കം മുതൽ തന്നെ ഈ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ പെൺകുട്ടിക്ക് കൃത്യമായൊരു പ്ലാനിങ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇവരെ പിടിക്കുന്ന സമയത്ത് ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ഇവർ നൽകിയിട്ടുള്ള മൊഴി, അതായത് 3 പേരെയും 3 ഇടങ്ങളിൽ നിന്നാണ് ഈ ആൺകുട്ടികളെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ നൽകിയിട്ടുള്ള മൊഴി 3 പേരും ഒരേപോലത്തെ മൊഴികളായിരുന്നു എന്നുള്ളതാണ്. അതായത് കൃത്യമായി പരിശീലിച്ചാണ് ഇവർ എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്താണ് ഇവർ പോയത് എന്നുള്ളതാണ്. ഇവർ 3 പേരും വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് പിടിച്ചപ്പോഴും വ്യത്യസ്തമായി ചോദ്യം ചെയ്തപ്പോഴും, തുടക്കത്തിൽ ചോദ്യം ചെയ്തപ്പോഴും പറഞ്ഞത് ഒരു കാര്യമാണ്. അതായത് ഈ പെൺകുട്ടിക്ക് വയറിന് മുഴയുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് പണം ആവശ്യമുണ്ടായിരുന്നു. ആ പണം നൽകുന്നതിനായാണ് തങ്ങൾ കരുവാറ്റയിൽ എത്തിയത് എന്നുള്ളതാണ്. പെൺകുട്ടി ലൊക്കേഷൻ അയച്ചു തന്നത് അതിനുവേണ്ടിയാണ്. ആ ലൊക്കേഷൻ ഈ പെൺകുട്ടിക്ക് എത്തി പണം നൽകാനായി, ചികിത്സയ്ക്കായുള്ള പണം നൽകാൻ വേണ്ടിയാണ് എത്തിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ഇവർ പോലീസിനോട് കൈമാറിയത് എന്നുള്ളതാണ്. അപ്പോൾ 3 പേരും ഒരേപോലെ കൃത്യമായി പഠിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവരുടെ ഒരു പദ്ധതി നേരത്തെ തന്നെ ആസൂത്രണം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രതികൾ കൊലപാതകം നടത്തിയതിനു ശേഷം, നമുക്കറിയാം ശനിയാഴ്ച രാത്രിയോടെയാണ് ശിവൻകുട്ടിയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം പിന്നീട് ഞായറാഴ്ച മുഴുവൻ ആരും ഈ വിഷയം അറിയാതിരിക്കുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ ശനിയാഴ്ച ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ കുട്ടികൾ ആഘോഷപൂർവ്വം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവരുടെ CCTV ദൃശ്യങ്ങളൊന്നും യാതൊരു പരിഭ്രമവും ഇവർക്ക് ഇല്ല. അതിനുശേഷം പിറ്റേ ദിവസം ഇവരുടെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് കേസിൽ, അതായത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞപ്പോൾ ഈ സുഹൃത്തുക്കളോടൊപ്പം ഇവർ പാരിപ്പള്ളിയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ ഹാജരാകാൻ പറഞ്ഞതല്ല, മറിച്ച് ആ സുഹൃത്തിനെ കൂട്ടായി ഇവർ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രൈം നടത്തി, ഒരു ചെറിയ കുട്ടികൾ ഇങ്ങനെ ഒരു ക്രൈം നടത്തി, അവർക്ക് അതിൻ്റെതായ യാതൊരു ഭയമോ കാര്യങ്ങളോ ഈ കുട്ടികൾ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവർക്കൊരു ക്രിമിനൽ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ കുറ്റവാസനയെ സംബന്ധിച്ചിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ട് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പോലീസ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഘട്ടത്തിൽ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇവർക്ക് യാതൊരുവിധ പരിഭ്രമങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ ഇവർ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ പോലീസ് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവരെ അഡൽട്ടായി കരുതിയുള്ള വിചാരണ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന്, ഇവർ നേരത്തെ തയ്യാറാക്കി ഈ പെൺകുട്ടി ചോദ്യം ചെയ്യലിനിടയിൽ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ മുത്തശ്ശന് തൻ്റെ അച്ഛനോട് വൈരാഗ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്
പറഞ്ഞത്. അതായത് നമുക്കറിയാം കുട്ടിയുടെ അമ്മ രണ്ടാമത് വിവാഹം ചെയ്ത ആളാണ്, ആദ്യ വിവാഹത്തിലുള്ള കുട്ടിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് അച്ഛന് ഈ മുത്തശ്ശനോട് ശിവൻകുട്ടിയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ കൃത്യം നടത്തിയത് അച്ഛനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിങ്, ആ രീതിയിലുള്ള ഒരു മൊഴി കൂടി കുട്ടി അവിടെ പോലീസിന് മുന്നിൽ നൽകി എന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം ഗൂഢാലോചന അല്ലെങ്കിൽ എത്രമാത്രം അതിനകത്തുള്ള ഒരു തയ്യാറെടുപ്പ് ഈ കേസിൽ നടത്തി എന്നുള്ളതാണ്. തീർച്ചയായും അവിടെ ശരണി സൂചിപ്പിക്കുന്ന പോലെ ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. പ്ലാനിംഗ് ആയി തന്നെ നടത്തിയ ഒരു കൊലപാതകമാണ്. അതിന്റെ പ്രധാന ആസൂത്രക എന്ന് പറയുന്നത് ഈ 13 വയസ്സുകാരിയാണ് എന്നത് വ്യക്തമാണ്. ഈ കേസിലാകെ 4 കുട്ടികൾ ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒരു പെൺകുട്ടി 13കാരിയാണ്, മറ്റു 3 പേർ ആൺകുട്ടികളാണ്. അവരുടെ പ്രായം എന്നതും 18 വയസ്സിൽ താഴെയാണ്. +1 +2 വിദ്യാർത്ഥികൾ. അതിൽ ഒരാൾ തന്നെ പഠനം നിർത്തിയത് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർ എല്ലാവരും ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തുന്നുണ്ട്. ഇതിൽ ഒരാൺകുട്ടി ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് എന്ന് തന്നെ പറയാം. അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതൊക്കെ ചെറുപ്രായത്തിലുണ്ടാകുന്ന ഒന്നാണ്. അതിനെ നമുക്ക് ആ രീതിയിൽ തന്നെ കാണാം. പക്ഷേ ഇതാണ് ഒരു കൊട്ടേഷനിലേക്ക് കലാശിച്ചത് എന്നതാണ് ഇവിടെ ഗൗരവം ഏറിയ ഒന്നായി മാറുന്നത്. ഈ മറ്റു കുട്ടികൾ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ മാറ്റി നിർത്തിയാൽ അവരുടെ പശ്ചാത്തലം ഉൾപ്പെടെ കൃത്യമായി അറിയേണ്ടതുണ്ട്. അവർക്ക് ഇത്തരം ക്രിമിനൽ വാസന എങ്ങനെയാണ് വന്നത്, അവരുടെ കുടുംബ പശ്ചാത്തലം എന്ത്, ഇതൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണല്ലോ ശരണ്യ. നേരത്തെ ഈ കുട്ടികളെല്ലാം തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെയാണ് എന്നുള്ളതാണ്. അതിൽ ഈ നേരത്തെ ഒന്ന് രണ്ട് ആളുകളുടെ ഈ ഫാമിലിയിൽ നേരത്തെയുള്ള ഈ പെൺകുട്ടിയുടെ സമാനമായ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്ന ആളുകൾ കൂടിയാണ്. പക്ഷേ ഇവർ നേരത്തെ പരവൂര് ഒരുമിച്ച്, അതായത് ഒരു സ്ഥലത്താണ് ഇവരെല്ലാവരും താമസിച്ചിരുന്നത്. പിന്നീട് വീട് പുതിയതായി വീട് വെക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥലത്തേക്ക്, അതായത് കരുവാറ്റയിലേക്ക് പെൺകുട്ടിയുടെ അമ്മ അടക്കമുള്ള ആളുകൾ വരുന്നത്. പെൺകുട്ടി ഉൾപ്പെടെ ഇങ്ങോട്ട് പോരുകയും ചെയ്തത്. കുട്ടിക്കാലത്ത് അമ്മ വിദേശത്ത് പോയ സമയത്ത് പലതവണ ബന്ധുക്കളുടെ കീഴിലാണ് ഈ കുട്ടി നിന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിനകത്ത് അമ്മയോടും ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ആണ് ഈ മൊഴി നൽകുന്ന ഘട്ടത്തിൽ സംസാരിച്ചത്, അമ്മയെക്കുറിച്ച് പറഞ്ഞതും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആ രീതിയിൽ ഉള്ള ഒരു ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റു കുട്ടികളാണെങ്കിലും ഇവരെ സ്ഥിരമായി രാത്രി വീട്ടുകളിൽ എത്താത്ത ആളുകളാണ് എന്നുള്ളതാണ് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞത്. അതായത് പലപ്പോഴും ഇവര് ചില ദിവസങ്ങൾ രാത്രിയിൽ വീടുകളിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ വീട്ടുകാരെ സുഹൃത്തുക്കളുടെ വീട്ടിലാണെന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാറുണ്ട്. അതുകൊണ്ട് സ്ഥിരമായി വീടുകളിലേക്ക് കയറുന്ന ആളുകളല്ല ഇവർ എന്നുള്ളതാണ് നമുക്ക് കുട്ടികളുടെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവിടെ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ ആ ഒരു സംഘത്തിനൊപ്പം ഇവരൊരു കൂടിച്ചേരലുകളൊക്കെ ഉണ്ട്. അത് പലരിലും പരാതി ഉളവാക്കുന്നുണ്ട് എന്നുള്ള ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ആൺ സുഹൃത്തിന്റെ, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്തിന്റെ കയ്യിലാണ് 19കാരനായ വ്യക്തിക്കാണ് കൊണ്ടുപോയി സ്വർണം കൊടുത്തിട്ടുള്ളത്. സ്വർണം വിൽക്കാനായി, ഇവരുടെ കൂട്ടത്തിലുള്ള മുതിർന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു കൂടിച്ചേരലും ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിട്ടുള്ള ആളുകളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ ഈ ജുവനൈൽ കുറ്റങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിനകത്ത് എത്രമാത്രം ശിക്ഷ കിട്ടുമെന്നൊക്കെ ഉള്ള നല്ല കോൺഫിഡൻസ് ഈ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പെൺകുട്ടി 13 വയസ്സുകാരിയാണ്. 13 വയസ്സുകാരിയായാൽ മാക്സിമം പോയാൽ ഒരു 3 വർഷത്തിനപ്പുറത്തേക്ക് ജുവനൈൽ ഹോമിൽ താമസിക്കേണ്ട ഒരു സാഹചര്യം പോലും സംരക്ഷിത കേന്ദ്രത്തിൽ താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അത് മാത്രമല്ല ഈ കുട്ടി 13കാരി ഏറ്റവും വലിയ ആസൂത്രണം നടത്തിയ ഈ 13കാരിയുടെ മറ്റ് നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ നിയമത്തിന് മുന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ നൂലാമാലകളെ കുറിച്ചൊക്കെ നല്ല ബോധത്തോടെയാണ് ഈ കുട്ടികൾ വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് എത്ര ചോദ്യം ചെയ്യുമ്പോഴും ഇത് അംഗീകരിക്കാൻ തയ്യാറാവാത്ത സിറ്റുവേഷൻ ഉണ്ട്. തെളിവുകൾ നിരത്തുമ്പോൾ പോലുമാണ് അതിന് തലകുനിച്ച് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇവര് ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് ഇത് ചെയ്ത കാര്യത്തിനെ കുറിച്ചുള്ള, അതിന്റെ ആഴത്തെക്കുറിച്ചുള്ള യാതൊരു ബോധവും ഇല്ലാത്ത രീതിയിലാണ് ഇവർ പെരുമാറുന്നത് എന്നുള്ളതാണ്. നിയമപരമായ ഒരു പശ്ചാത്താപവും ഇവർക്കില്ല എന്ന് മാത്രവുമല്ല, വലിയ ശിക്ഷയൊന്നും ലഭിക്കില്ല എന്ന് പെൺകുട്ടി തന്നെ പറഞ്ഞിരുന്നു എന്ന് കൂടിയാണ് നമുക്ക് മൊഴികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുറ്റകൃത്യം ചെയ്യുവാൻ തയ്യാറെടുക്കുന്നു, തെളിവ് നശിപ്പിക്കാൻ മുളക് പൊടി ഉൾപ്പെടെ വിതറുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
ഈ ശ്വാസം മുട്ടിച്ച് അങ്ങേയറ്റം മൃഗീയമായി കൊലപാതകം നടത്തുമ്പോൾ അത് വീഡിയോ കോളിലൂടെ ഈ പെൺകുട്ടി കണ്ടുകൊണ്ടും ഇരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് പോലെ മോഷണം അല്ലെങ്കിൽ സ്വർണം മോഷ്ടിച്ച് അതിനൊരു ഫോൺ വാങ്ങുക അല്ലെങ്കിൽ ബൈക്ക് വാങ്ങുക അതൊക്കെ മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇവരെ എങ്ങനെയാണ് ഈ തരത്തിൽ മാറിപ്പോയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യതയും വ്യക്തതയും വരുത്തേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഈ ആൺകുട്ടികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറെടുക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.